ഈ ട്രെയിൻ ഓടിക്കുന്നതൊക്കെ എന്ത് വിഷമം ഉണ്ടാവൂലേ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വിയാൻഡൻ കാസിലാണ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജംബവാൻ്റെ ഗ്രാൻഡ് പേയുടെ കാലത്തുള്ള ഒരു ട്രെയിനിൽ ആദ്യം നമ്മൾ എറ്റൽബ്രൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. അവിടെ നിന്ന് ഒരു ബസ്സുണ്ട് കാസലിലോട്ട്. ബസ് നമ്മളെ കാസലിൻ്റെ താഴെ ഇറക്കും. ഒരുപാട് കയറ്റമൊന്നുമില്ല, കുഞ്ഞൊരു കയറ്റം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഡൽട്ടിന് 8 യൂറോ ആണ് എൻട്രി ഫീസ്. പക്ഷേ യൂറോപ്പിൽ പല ഹൈക്ക് ആയിട്ടുള്ള കാസൽസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻട്രി ഫീ എടുത്തു കഴിഞ്ഞു. അത് കാരണം കുറ്റബോധടിച്ച് ഞാൻ ഇവിടുന്ന് സെറ്റായി തിരിച്ച് വരാറാണ് പതിവെങ്കിലും. ഇതെനിക്ക് അത്യാവശ്യം വേർത്തിയായിട്ട് തോന്നി. ഇതൊരു വലിയൊരു ഡോർ ഉണ്ട് ഗൈസ്. അത് തുറന്ന് അകത്ത് കയറി. ഓഡിയോ ബുക്ക് കിട്ടുമെങ്കിലും അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട കാരണം തൽക്കാലം ഒരു ബ്രോഷറും പിടിച്ച് ഞങ്ങളിത് കാണാൻ ഇറങ്ങി. യൂറോപ്പിൽ നോർമൽ കാണുന്ന കാസൽസ് പോലെയല്ല കേട്ടോ, ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ബാഹുബലിയിൽ കെട്ടപ്പ മോമിനെ പോലെയുള്ള കുറേ പേരൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ബൈ ദ ബൈ ബിറ്റ്വീൻ 11th and 14th സെഞ്ച്വറിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ കാസിൽ റോമൻ ആൻഡ് ഗോത്തിക് സ്റ്റൈലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. 13ാം സെഞ്ച്വറിയിലൊക്കെ ഉണ്ടല്ലോ ഈ കാസൽ അവിടുത്തെ ഏഢ്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ ഒരു സിമ്പിളായിരുന്നു. ഇവിടെ വലിയ ഫീസ്റ്റൊക്കെ നടത്താനുള്ള ഹാൾസും വർഷിപ്പിനായിട്ടൊരു ചാപ്പലും പിന്നെ എന്താ പറയുക ഒരു വലിയ മതിലുകളൊക്കെ ഉണ്ട്. അതായത് സ്ട്രോങ് ഡിഫെൻസിസ്റ്റ് ആയിരുന്നു ഇവരുടെ ഈ നുഴഞ്ഞു കയറ്റക്കാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള. പക്ഷേ 19th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴേക്കും ഈ ഇല്ലത്തിൻ്റെ ഏഢ്യത്വമൊക്കെ പ്രതാപമൊക്കെ അങ്ങ് നശിച്ചു. പിന്നെ 20ാം സെഞ്ച്വറിയിൽ ഈ കാസിൽ റീസ്റ്റോർ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിലൊരു പാസേജ് ഉണ്ടെന്നും ആ പാസേജിലൂടെ പോയാൽ ഇവിടെ അടുത്തുള്ള ടൗണിൽ എത്തും എന്നൊക്കെ ഉള്ള പല മിസ്റ്റീരിയസ് സ്റ്റോറീസും ഈ കാസലിനെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിലും അതിനൊന്നുള്ള എവിഡൻസ് ഇല്ല. അടുത്തത് ഞങ്ങൾ പോയത് ഒരു മൂഞ്ചലിലോട്ടാണ്. ദ ബോ കേസ്മേറ്റ്സ്. ഇവിടുത്തെ ഒരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു 2 മണിക്ക് മുന്നെങ്കിലും ഇവിടെ എത്തണം. ആക്ച്വലി ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ക്ലോസിങ് ടൈം 4 PM ആണ്. പക്ഷേ ആ ക്ലോസിങ് ടൈമിൻ്റെ 1 മണിക്കൂർ മുന്നേ തന്നെ അവർ അങ്ങോട്ടുള്ള എൻട്രി ക്ലോസ് ചെയ്യും. ആ ടിക്കറ്റ് കൗണ്ടറിൽ മുന്നേ പോയി കുറേ കരഞ്ഞ് കയ്യും കാര്യം പിടിച്ചെങ്കിലും എനിക്ക് അതൊക്കെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് പുറത്ത് വന്ന് വെള്ളം ഇറക്കി നോക്കി നിൽക്കുന്നു പോന്നു. ഞങ്ങളിതിനെ പുറത്തൊക്കെ ഒന്ന് നടന്ന് കണ്ടു. 1745 ഈ ബോ കേസ്മേറ്റ്സിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓസ്ട്രിയൻ എൻജിനീയേഴ്സ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ബിൽഡേഴ്സ്. സോ ദ മെയിൻ കാസ്മേറ്റ്സിന് ഏകദേശം 110 മീറ്റർ നീളമുണ്ട്. ഇവരുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണിത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും ആണ് ബോ കേസ്മേറ്റ്സ്. ടിക്കറ്റില്ലേലും അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ബ്രോഷർ ഒപ്പിച്ച് അത് വായിച്ച് ഷിറ്റ് മിസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് സെഡായി ഞങ്ങൾ തിരിച്ചു പോന്നു. ഗൈസ് നല്ല മഴയാണ്. നമ്മളിവിടെ വന്ന് പക്ഷേ ഇന്നത്തേക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. ടിക്കറ്റൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. പുറം ഒക്കെ കണ്ടു. പുറത്തൊക്കെ കറങ്ങുവാണ് ഈ കോട്ട മതിലിൻ്റെ. പക്ഷെ അകത്ത് കയറിയാലും ഈ കാഴ്ചകളൊക്കെ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കാണുന്ന പോലത്തെ ഫീലിംഗ് അങ്ങനെയാണെന്ന് തോന്നുന്നു. നൗ കംസ് കദീഷ് മോണുമെൻറ്റ്. സ്റ്റോൺ സ്ട്രക്ചർ ആട്ടോ ഇത്. നമ്മുടെ വേൾഡ് വാർ 2 മരിച്ച ജ്യൂസിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ എന്താ പറയുക അവരുടെ ഫ്യൂച്ചർ ജനറേഷന് ലക്സംബർഗിൻ്റെ ഫ്യൂച്ചർ ജനറേഷന് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡിങ് എഗെയിൻസ്റ്റ് ഹെയ്റ്റ് ഇതിനെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മോണുമെൻ്റ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ കാണുന്നതും ഒരു വാർ മെമ്മോറിയലാണ്. മോണുമെൻ്റ് ഓഫ് റിമംബറൻസ് അല്ലെങ്കിൽ ഗോൾഡൻ ലേഡി. ഇതും ലക്സംബർഗിലെ ആൾക്കാർ വേൾഡ് വാറിലും കൊറിയൻ വാറിലും സ്പാനിഷ് സിവിൽ വാറിലൊക്കെ പങ്കെടുത്തവരുടെ ഒരു മെമ്മറിക്ക് ഉണ്ടാക്കിയതാണ്. ഗ്രീക്ക് ഗോഡസ് ഓഫ് വിക്ടറി അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ഫ്രീഡമായ നൈക്കി അവർ ഒരു ബേറ്ററി ലീവ്സിൻ്റെ ഒരു റീത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് താഴെ നമുക്ക് 2 സോൾജേഴ്സിനെ കാണാം. ദാൻ്റെ ദ കാണുന്നതാണ് അഡോൾഫ് ബ്രിഡ്ജ്. ലക്സംബർഗിൻ്റെ ഗ്രാൻഡ് ഡ്യൂക്കായിരുന്ന അഡോൾഫയുടെ ടൈമിലാണ് 1900-ലും ബിറ്റ്വീൻ
1900 ആൻഡ് 1903 ഇത് പണി കഴിപ്പിച്ചത്. ഇതൊരു വലിയ ഡബിൾ ആർച്ച് ബ്രിഡ്ജാട്ടോ. 42 മീറ്റർ ഹൈറ്റും 153 മീറ്റർ ലെങ്ത്തുമാണ് ഇതിനുള്ളത്. ഈ കാണുന്നതാണ് സുഹൃത്തുക്കളെ ഗ്രാൻഡ് ഡ്യൂക്ക് ഓഫ് ലക്സംബർഗിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ്. ഇതിനെ ഗ്രാൻഡ് ഡ്യൂക്കൽ പാലസ് അല്ലെങ്കിൽ പലായ്സ് ഗ്രാൻഡ് ഡ്യൂക്കൽ എന്ന് വിളിക്കും. ഓൾഡ് ടൗണിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇത് വരുന്നത്. ആദ്യമൊക്കെ ഇത് ഇവിടുത്തെ ഒരു ടൗൺ ഹാളായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഗൺ പൗഡർ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് 1554 ഇത് ഡിസ്ട്രോയ് ആയി. ഇപ്പം ഇത് ഇവിടുത്തെ ഗ്രാൻഡ് ഡ്യൂക്ക് ഇവരുടെ എന്താ പറയുക ഈ സ്റ്റേറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പാരീസിലെ പോലെ ലക്സംബർഗിലുണ്ട് നോട്രെ ഡാമെ കത്തീഡ്രൽ. ഇതൊരു റോമൻ കാത്തോലിക് കത്തീഡ്രലാണ്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഇവിടെ പോയത് ഈസ്റ്ററിൻ്റെ സമയത്തായിരുന്നു, തലേന്നായിരുന്നു. അപ്പോൾ അവിടെ ഈസ്റ്ററിൽ സ്പെഷ്യൽ പരിപാടീസും പ്രേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറാനൊരു ഡ്രസ് കോഡ് ഉണ്ട്. വെച്ചാൽ വലിയ കാര്യമായിട്ടുള്ളതല്ല, പക്ഷേ ഓവർ എക്സ്പോസിങ് ഡ്രസ്സൊന്നും ഇതിൻ്റെ അകത്ത് അവർ കയറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനമൊക്കെ പുറത്ത് എഴുതി വെച്ചതൊക്കെ കാണുന്നത് ചേർച്ചിൻ്റെ, അതും യൂറോപ്പിൽ. എന്താ പറയുക, ഞങ്ങളും അവിടെ പോയി ഇരുന്ന് നമുക്കും എന്തോ ഒരു ഈ വയലിൻ നോട്ട്സൊക്കെ പോലെ എന്തോ ഒരു മ്യൂസിക്കൽ നോട്ട്സ് ഒന്നും പ്രേയറിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയാത്ത കാരണം പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ അവിടുത്തെ മെയിൻ അച്ഛന്മാരാണെന്ന് തോന്നുന്നു, അവരുടെ പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് കത്തിച്ച് വെച്ചിട്ട് എല്ലാവർക്കും നമുക്കൊക്കെ ഓരോ ക്യാൻഡിലൊക്കെ തന്നു. എന്നിട്ട് അവരുടെ പ്രേയറും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ പ്രെയർ കഴിഞ്ഞിട്ടും എന്തൊക്കെയോ ഫുൾ നൈറ്റ് പിറ്റേന്ന് പുലർച്ചെ വരെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ പ്രെയർ സെറിമണി കഴിഞ്ഞപ്പം മെയിൻ കഴിഞ്ഞപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു.